everyone, welcome to English Flight. ഇന്ന് നമ്മൾ സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്ന രണ്ട് ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ദേ ആർ either or and neither nor. മേ ബി ഇത് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ട് അറിയാവുന്നത് സ്റ്റുഡൻസിനായിരിക്കും. കാരണം സ്റ്റുഡൻറ് സെക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുന്നതും എപ്പോൾ ടെസ്റ്റ് പേപ്പറോ എക്സാമോ ഇട്ടാലും തെറ്റിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമായിരിക്കും either ഓറും neither nor എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാമെന്ന് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്താണ് either or എന്ന് നോക്കാം. നോർമലി നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും രണ്ട് കാര്യമാണ് കേട്ടോ, അത് ചൂസ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മളോട് രണ്ടും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ എനിക്ക് അത് വേണം അല്ലെങ്കിൽ ഇത് വേണം. ശ്രദ്ധിച്ചോളാം, ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. ഈ ഒരു മലയാളാർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ either or യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. I want either ice cream or biscuit. ഒന്നെങ്കിൽ എനിക്ക് ഐസ്ക്രീം വേണം അല്ലെങ്കിൽ ബിസ്ക്കറ്റ് വേണം. ശ്രദ്ധിക്കാം, I want either ice cream, ഒന്നെങ്കിൽ ഐസ്ക്രീം ഓർ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്. സോ ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഫോർമേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ either or യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. ഇത്രേ ഉള്ളൂ either or എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിൾ അല്ലേ? ഇതിനെക്കാട്ടി സിമ്പിളാണ് neither nor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കാം. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ വാശി പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളോട് എന്ത് വേണമെന്ന് ചോദിച്ചാലും എനിക്ക് അതും വേണ്ട എനിക്ക് ഇതും വേണ്ട, രണ്ടെണ്ണം ഓഫർ ചെയ്യുമായിരിക്കും മേ ബി. എന്നാൽ ആ ഒരു ദേഷ്യത്തിൽ നമ്മൾ എന്ത് പറയും? എനിക്ക് അതും വേണ്ട ഇതും വേണ്ട എന്ന് പറയും. അതിനെയാണ് നമ്മൾ neither nor എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, I like neither pizza nor burger. എനിക്ക് പിസ്സ ഇഷ്ടമല്ല, പിന്നെന്താണ്, ബർഗറും ഇഷ്ടമല്ല. അതായത് അതും വേണ്ട ഇതും വേണ്ട. ഇതിൽ നിന്ന് നേരെ കോൺട്രാസ്റ്റ് ആയിരുന്നു അല്ലേ either or എന്ന് പറയുന്നത്. either or എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്, ഏതെങ്കിലും ഒരെണ്ണം വേണം. പക്ഷേ neither nor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വേണ്ട ഇതും വേണ്ട. ഇത് സ്റ്റുഡൻസിന് മാത്രമല്ല, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ സെൻറ്റൻസസ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. സോ ഡോണ്ട് ഫർഗെറ്റ് ഇറ്റ്. താങ്ക് യു.